This is 24. നമസ്കാരം. 100 ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം 100 പ്രധാന വാർത്തകൾ. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്ക്കെതിരായ ലൈംഗികാതിക്രമ പരാതിയിലെ ഗൂഢാലോചനയിൽ സുപ്രീംകോടതി അന്വേഷണം പ്രഖ്യാപിച്ചു. ജസ്റ്റിസ് അരുൺ മിശ്രയുടേതാണ് ഉത്തരവ്. റിട്ടയർഡ് ജസ്റ്റിസ് എ കെ പട്നായിക്കിന്റെ മേൽനോട്ടത്തിലാകും അന്വേഷണം. കല്ലട ട്രാവൽസ് ഉടമ സുരേഷ് കല്ലടയ്ക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണത്തിന് ഉത്തരവിട്ടു. ട്രാൻസ്പോർട്ട് കമ്മീഷണറോടും പോലീസ് മേധാവിയോടും 3 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചു. അതേസമയം തിരുവനന്തപുരം, കോഴിക്കോട് ജില്ലകളിൽ മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ പരിശോധനയിൽ കല്ലടയുടേതടക്കം നിരവധി ബസ്സുകൾക്കെതിരെ പിഴ ചുമത്തുകയും ബുക്കിംഗ് ഏജൻസികൾ അടച്ചുപൂട്ടാൻ ഉത്തരവിടുകയും ചെയ്തു. ഇന്ത്യയിൽ ജൂൺ 1 മുതൽ അന്തർസംസ്ഥാന ബസ്സുകളിൽ GPS നിർബന്ധമാക്കുമെന്ന് ഗതാഗത മന്ത്രി എ കെ ശശീന്ദ്രൻ. ഇന്ത്യയിൽ എവിടെ രജിസ്റ്റർ ചെയ്താലും കേരളത്തിൽ സർവീസ് നടത്തുന്ന ബസ്സുകളിൽ GPS ഘടിപ്പിക്കണം. സ്പീഡ് ഗവർണറും ലൈസൻസ് വ്യവസ്ഥകളും കർശനമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ശ്രീലങ്കയിൽ വീണ്ടും സ്ഫോടനം. കൊളംബോയിൽ നിന്ന് 40 കിലോമീറ്റർ അകലെ പുഗോഡയിലാണ് സ്ഫോടനമുണ്ടായത്. ആളപായം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. സ്ഥിതിഗതികൾ വിലയിരുത്താൻ ഇന്ന് ശ്രീലങ്കയിൽ സർവകക്ഷി യോഗം. കണ്ണൂർ ഇരിട്ടി ഉളിയിൽ കശുവണ്ടി ശേഖരിക്കുന്നതിനിടെ ബോംബ് പൊട്ടി ഒരാൾക്ക് പരുക്ക്. ഉളിയിൽ സ്വദേശി പി നാസറിനാണ് സ്ഫോടനത്തിൽ വലതുകാലിന് പരുക്കേറ്റത്. സംസ്ഥാനത്ത് ചുഴലിക്കാറ്റിന് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഇന്ത്യൻ മഹാസമുദ്രത്തിലുണ്ടാകുന്ന ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറുമെന്നാണ് മുന്നറിയിപ്പ്. കടൽക്ഷോഭത്തിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. തിരുവനന്തപുരത്തെ കടലാക്രമണ ബാധിത പ്രദേശങ്ങളിൽ റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ സന്ദർശനം നടത്തി. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാരാണസിയിലെ റോഡ് ഷോ ഇന്നും നാളെയും വാരാണസിയിലെ പ്രചാരണ ജനസമ്പർക്ക പരിപാടികളിൽ മുഴുവൻ സമയം മോദി പങ്കെടുക്കും. RSS BJP നേതാക്കളുടെ സംയുക്ത യോഗം കൊച്ചിയിൽ. വിവിധ പരിവാർ സംഘടനകളുടെ സംസ്ഥാന നേതാക്കളാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രവർത്തനങ്ങളും സംഘടനാതല അവലോകനവും യോഗത്തിലുണ്ടാകും. യാത്രക്കാരായ യുവാക്കളെ ബസ്സിൽ ആക്രമിച്ച കേസിൽ സുരേഷ് കല്ലട മരട് പോലീസിന് മുന്നിൽ ഇന്നും ഹാജരാകില്ല. ദേഹാസ്വാസ്ഥ്യമുണ്ടെന്ന് കാണിച്ചാണ് ഹാജരാകാതിരിക്കുന്നത്. എന്നാൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. വാരാണസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി മത്സരിക്കില്ല. അജയ് റായെ വാരാണസിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. മധുസൂദൻ തിവാരി ഗോരഖ്പൂരിൽ നിന്നും മത്സരിക്കും. സുപ്രീംകോടതി ഉത്തരവിലൂടെ ലഭിച്ച ധനസഹായം ഗുജറാത്ത് കലാപത്തിൽ ഇരകളായ സ്ത്രീകൾക്ക് വേണ്ടി ചെലവാക്കുമെന്ന് ബിൽക്കീസ് ബാനു. ഭരണഘടനയിലുണ്ടായിരുന്ന വിശ്വാസമാണ് തനിക്ക് നീതി ലഭ്യമാക്കിയതെന്നും ബിൽക്കീസ് ബാനു പ്രതികരിച്ചു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അനധികൃതമായി കടത്തിക്കൊണ്ടുവന്ന 16 ലക്ഷം രൂപ വിലമതിക്കുന്ന വിദേശ സിഗരറ്റുകൾ കസ്റ്റംസ് ഇന്റലിജൻസ് പിടികൂടി. ദുബായിൽ നിന്ന് കൊളംബോ വഴി ശ്രീലങ്കൻ എയർലൈൻസിലാണ് 227 കാർട്ടൺ സിഗരറ്റുകൾ എത്തിച്ചത്. സംഭവത്തിൽ 2 കാസർഗോഡ് സ്വദേശികൾ കസ്റ്റഡിയിലുണ്ട്. മലയാള താരസംഘടന അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം ഇന്ന്. പ്രസിഡന്റ് മോഹൻലാലിന്റെ അധ്യക്ഷതയിൽ വൈകിട്ട് 6-നാണ് കൊച്ചിയിൽ യോഗം ചേരുക. സംഘടനാ വിഷയങ്ങൾ, ആസ്ഥാനം കൊച്ചിയിലേക്ക് മാറ്റുന്നത്, അടുത്ത ജനറൽ ബോഡി യോഗത്തിന്റെ പ്രാഥമിക ആലോചന തുടങ്ങിയവ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും. വയൽക്കിളി നേതാവ് സുരേഷ് കീഴാറ്റൂരിന്റെ വീടിന് മുന്നിൽ CPIM പ്രവർത്തകർ പ്രതിഷേധം നടത്തിയ സംഭവത്തിൽ പോലീസ് 2 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ യൂണിറ്റ് സെക്രട്ടറി PV ഗീതയുടെ പരാതിയിൽ സുരേഷിനും കുടുംബത്തിനുമെതിരെയും സുരേഷിന്റെ ഭാര്യയുടെ പരാതിയിൽ CPIM ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ 6 പേർക്കെതിരെയുമാണ് കേസ്. കെവിൻ വധക്കേസിൽ 1-ാം സാക്ഷി അനീഷിന്റെ ക്രോസ് വിസ്താരം തുടരുന്നു. 5-ാം പ്രതിയും കെവിന്റെ ഭാര്യാപിതാവുമായ ചാക്കോ ഉൾപ്പെടെയുള്ള പ്രതികളുടെ അഭിഭാഷകരാണ് ഇന്ന് സാക്ഷിയെ വിസ്തരിക്കുന്നത്. ഇന്നലെ നടന്ന പ്രോസിക്യൂഷൻ വിസ്താരത്തിൽ 7 പേരെ അനീഷ് തിരിച്ചറിഞ്ഞിരുന്നു. വയനാട് തൊവരമലയിലെ മിച്ചഭൂമി സമരം കൂടുതൽ ശക്തമാകുന്നു. ഇന്നലെ സമരഭൂമിയിൽ നിന്ന് പോലീസ് ഇറക്കിവിട്ടതിനെ തുടർന്ന് സമരം കളക്ടറേറ്റ് പടിക്കലിലേക്ക് മാറ്റിയിരുന്നു. ഭൂസമര സമിതി സംസ്ഥാന നേതാവ് കുഞ്ഞിക്കണാരൻ ഉൾപ്പെടെയുള്ള 14 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തതായും ഇതിലേതാനും പേരെ കാണാതായതായും സമരക്കാർ ആരോപിക്കുന്നുണ്ട്.
SSLC ഹയർ സെക്കൻഡറി മൂല്യനിർണ്ണയ ക്യാമ്പുകൾ പുനരാരംഭിച്ചു. തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ 2 ഘട്ടമായാണ് മൂല്യനിർണ്ണയം നടക്കുന്നത്. ആദ്യഘട്ടം 17-ന് അവസാനിച്ചിരുന്നു. ഫുട്ബോൾ ഇതിഹാസം IM വിജയന് ഇന്ന് 50-ാം പിറന്നാൾ. 1969 ഏപ്രിൽ 25-ന് തൃശൂരിലായിരുന്നു വിജയന്റെ ജനനം. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നിന്ന് ഇന്ത്യൻ നായകനായി വരെ എത്തിയ വിജയനെ രാജ്യം അർജുന അവാർഡ് നൽകി ആദരിച്ചിട്ടുണ്ട്. ഷൂട്ടിങ്ങിനിടെ സൈക്കിളിൽ നിന്ന് വീണ നടി രജിഷ വിജയന് പരുക്ക്. പുതിയ ചിത്രമായ ഫൈനൽസിന്റെ ഷൂട്ടിങ്ങിനിടെയാണ് അപകടമുണ്ടായത്. സൈക്ലിംഗ് രംഗം ചിത്രീകരിക്കുന്നതിനിടെയായിരുന്നു അപകടം. ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ 13 ജില്ലകളിലെ 44 വാർഡുകളിൽ വോട്ടർ പട്ടിക പുതുക്കുന്നു. വാർഡുകളിലെ കരട് പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. അവകാശവാദങ്ങളും ആക്ഷേപങ്ങളും മെയ് 9 വരെ ഓൺലൈനായി സമർപ്പിക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ നൽകിയ പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ നിന്ന് അപ്രത്യക്ഷമായതായി ആരോപണം. പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്നാരോപിച്ച് നൽകിയ പരാതിയാണ് അപ്രത്യക്ഷമായത്. ഇത്തരത്തിൽ 426 പരാതികൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെങ്കിലും പ്രധാനമന്ത്രിക്കെതിരെയുള്ള പരാതി മാത്രം പട്ടികയിൽ ഇല്ല. ആം ആദ്മി പാർട്ടി തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക ഡൽഹിയിൽ പുറത്തിറക്കി. ഡൽഹിക്ക് പൂർണ്ണ സംസ്ഥാന പദവി നൽകുമെന്ന് പ്രകടന പത്രികയിലുണ്ട്. തെരഞ്ഞെടുപ്പിന് ശേഷം BJP വിരുദ്ധ പാർട്ടികളെ കേന്ദ്രത്തിൽ പിന്തുണയ്ക്കുമെന്നും അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. നിർമ്മൽ കൃഷ്ണ നിക്ഷേപ തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതിയായ നിർമ്മലന്റെ ബന്ധുക്കളുടെയും ബിനാമികളുടെയും വീടുകളിൽ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം വീണ്ടും റെയ്ഡ് നടത്തി. ഇനിയും കണ്ടെത്താനാകാത്ത ബിനാമികളെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് റെയ്ഡ്. പോളിംഗ് വിലയിരുത്താൻ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെ തിരുവനന്തപുരത്ത് ചേരും. ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾക്ക് ലഭ്യമായ വോട്ടിന്റെ കണക്കുകളുമായി എത്താൻ മണ്ഡലം ചുമതലക്കാരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. കേരളത്തിലെ പോളിംഗ് ഉയർന്നത് ഇടതുപക്ഷത്തിന് അനുകൂലമായിരിക്കുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. ജനങ്ങൾ ഗൌരവമായി തെരഞ്ഞെടുപ്പിനെ കണ്ടു എന്നതിന്റെ തെളിവാണ് ഇത്. മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് ക്ഷോഭിച്ചത് എന്നത് വ്യാഖ്യാനം മാത്രമാണെന്നും കാനം പറഞ്ഞു. ശ്രീലങ്കയുടെ തെക്ക് കിഴക്ക് രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദം തമിഴ്നാട് തീരത്ത് ചുഴലിക്കാറ്റായി എത്താൻ സാധ്യതയുണ്ടെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ്. ഫാനി ചുഴലിക്കാറ്റെന്ന് പേരിട്ടിരിക്കുന്ന ചുഴലിക്കാറ്റ് കേരളത്തെ നേരിട്ട് ബാധിക്കില്ല. മുൻ കേന്ദ്രമന്ത്രിയും DMK നേതാവുമായ ദയാനിധി അഴഗിരിയുടെ പേരിലുള്ള 40.34 കോടിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി. ദയാനിധി ഡയറക്ടറായ ഒളിമ്പസ് ഗ്രാനൈറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട അനധികൃത ഖനന കേസിലാണ് നടപടി. കനയ്യകുമാറിനെ പോലുള്ള രാജ്യദ്രോഹികളെ വിജയിപ്പിക്കരുതെന്ന് BJP അധ്യക്ഷൻ അമിത്ഷാ. ബീഹാറിലെ ബേഗുസരായിൽ കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗിനായി വോട്ട് അഭ്യർത്ഥിക്കവെയാണ് അമിത്ഷായുടെ പരാമർശം. രാംപൂർ മണ്ഡലത്തിൽ ജില്ലാ ഭരണകൂടത്തിനെതിരെ സമാജ്വാദി പാർട്ടി നേതാവ് അസം ഖാൻ. മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരെ വോട്ട് ചെയ്യാൻ അനുവദിച്ചില്ല എന്നാണ് അസം ഖാന്റെ ആരോപണം. വോട്ട് ചെയ്യരുതെന്ന് മുസ്ലിം വിഭാഗത്തിലുള്ളവരെ ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തിയെന്നും അസം ഖാൻ ആരോപിച്ചു. തിങ്കളാഴ്ച മുംബൈയിലെ സഖി മത്ദാൻ കേന്ദ്രങ്ങളിൽ വോട്ട് ചെയ്യാനെത്തുന്ന സ്ത്രീകൾക്ക് സൗജന്യമായി സാനിറ്ററി പാഡുകൾ വിതരണം ചെയ്യും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ഇന്ത്യയിൽ ആദ്യമായാണ് ഇത്തരമൊരു നടപടി. പ്രഗ്യാ സിംഗ് ഠാക്കൂറിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ തീരുമാനം. Z കാറ്റഗറി സുരക്ഷ നൽകിയേക്കുമെന്നാണ് സൂചന. പ്രഗ്യാ സിംഗിനെ കരിങ്കൊടി കാണിച്ചതിന് പിന്നാലെയാണ് നടപടി. BJPക്കെതിരെ വിശാല സഖ്യം യാഥാർത്ഥ്യമാകാത്തതിന് പിന്നിൽ കോൺഗ്രസിന്റെ ധാർഷ്ട്യമാണെന്ന് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ്. ഉത്തർപ്രദേശ് ഉൾപ്പെടെ വിശാല സഖ്യത്തിനായി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരുന്നുവെന്നും അഖിലേഷ് യാദവ് വ്യക്തമാക്കി. ശ്രീലങ്കയിൽ സ്ഫോടന പരമ്പര നടത്തിയ സൂത്രധാരൻ ഹാഷിമിന് ഇന്ത്യയിൽ അനുയായികളുണ്ടെന്ന് സൂചന. NIAക്ക് ആക്രമണം സംബന്ധിച്ച വിവരങ്ങൾ ലഭിച്ചത് ഇവരിൽ നിന്നാണെന്നാണ് റിപ്പോർട്ട്. ഇവരിൽ കോയമ്പത്തൂരിൽ തടവിലാണ് ഇവർ. പശുക്കളെ കൊന്നൊടുക്കിയ പാർട്ടിയാണ് BJP എന്ന് ഹോഷിയാർപൂർ സിറ്റിംഗ് MP ആയ വിജയ് സാംപ്ല. ഹോഷിയാർപൂരിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ സാംപ്ലയെ പരിഗണിക്കാത്തതിന് പിന്നാലെയാണ് ട്വിറ്ററിലൂടെയുള്ള പ്രതികരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാക്ക് പാലിക്കാത്തയാളെന്ന് ദേശീയ ബോക്സിംഗ് താരവും കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായ വിജേന്ദർ സിംഗ്. മോദി നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നും പാലിച്ചില്ല. ഒരാളെ നമ്മൾ പ്രശംസിക്കുമ്പോൾ അയാളുടെ മുഖംമൂടിക്ക് പിന്നിൽ എന്താണെന്നറിയില്ലെന്നും വിജേന്ദർ പറഞ്ഞു.
കൂട്ടത്തോൽവിയെ തുടർന്ന് തെലങ്കാനയിൽ 19 വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തു. തെലങ്കാന ഇന്റർമീഡിയറ്റ് പരീക്ഷ എഴുതിയ 3 ലക്ഷം വിദ്യാർത്ഥികളാണ് തോറ്റത്. ഇന്ന് അവസാനമായി 3 കുട്ടികൾ കൂടി ജീവനൊടുക്കിയതോടെയാണ് 24 മണിക്കൂറിനുള്ളിൽ മരിച്ചവരുടെ എണ്ണം 19 ആയത്. ശ്രീനഗറിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തിയ പാക് സ്വദേശിയായ യുവാവിനെ പിടികൂടി. മുഹമ്മദ് റഖാർ എന്നയാളാണ് കശ്മീർ പോലീസിന്റെ പിടിയിലായത്. തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ കോതയാർ വാട്ടർ പവർ പ്ലാന്റിലെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ വെടിയേറ്റ് മരിച്ച നിലയിൽ. കന്യാകുമാരി സ്വദേശി അജിൻ രാജാണ് മരിച്ചത്. കഴുത്തിൽ വെടിയേറ്റ നിലയിലാണ് ഇയാളെ കണ്ടെത്തിയത്. സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനായി ടിക്ടോക്കിന്റെ നിരോധനം മദ്രാസ് ഹൈക്കോടതി നീക്കി. ടിക്ടോക്കിന്റെ പുനഃപരിശോധനാ ഹർജിയിലാണ് നടപടി. ബുധനാഴ്ചയ്ക്കുള്ളിൽ നിരോധനത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും സുപ്രീംകോടതി മദ്രാസ് ഹൈക്കോടതിയെ അറിയിച്ചു. ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും തമ്മിലുള്ള ആദ്യ കൂടിക്കാഴ്ച തുടങ്ങി. റഷ്യയുടെ തീരനഗരമായ വ്ളാഡിവോസ്റ്റോക്കിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ കൊറിയൻ ഉപദ്വീപിലെ ആണവ നിരായുധീകരണവും അമേരിക്കൻ ഉപരോധം ഉൾപ്പെടെയുള്ള മറ്റ് സാമ്പത്തിക വിഷയങ്ങളും ചർച്ചയാകും. ദക്ഷിണാഫ്രിക്കയിൽ വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലിലും മരിച്ചവരുടെ എണ്ണം 51ആയി. പ്രദേശത്ത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ശക്തമായ വെള്ളപ്പൊക്കത്തിൽ പ്രദേശത്തെ ഗതാഗത മാർഗം പൂർണ്ണമായി തടസ്സപ്പെട്ടു. അഫ്ഗാനിസ്ഥാനിൽ അമേരിക്കൻ സൈന്യവും സർക്കാർ സേനയും ചേർന്ന് അഫ്ഗാൻ പൌരന്മാരെ കൊന്നൊടുക്കുകയാണെന്ന് ഐക്യരാഷ്ട്ര സംഘടനയുടെ റിപ്പോർട്ട്. താലിബാനും മറ്റ് കലാപകാരികളും കൊന്നൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകളെയാണ് ഇരു സൈന്യവും ചേർന്ന് കൊലപ്പെടുത്തിയതെന്നും റിപ്പോർട്ട് പറയുന്നു. ഇറാനെ പൂർണ്ണമായി ഉപരോധിക്കാനുള്ള തീരുമാനത്തിൽ മാറ്റമില്ലെന്ന് അമേരിക്ക. മെയ് 2 മുതൽ ഇറാൻ എണ്ണ കയറ്റുമതി മൊത്തമായി ഉപരോധിക്കും. ഇതോടെ ഇന്ത്യ അടക്കമുള്ള 8 രാജ്യങ്ങൾക്ക് അമേരിക്ക നൽകിയിരുന്ന എണ്ണ വ്യാപാരത്തിനുള്ള ഇളവുകൾ മെയ് 1 അവസാനിക്കും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പേര് ഗോലാൻ കുന്നുകളിലെ ഒരു പട്ടണത്തിന് നൽകുമെന്ന് ഇസ്രായേലി പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു. 1967 യുദ്ധത്തിൽ ഇസ്രായേൽ പിടിച്ചടക്കിയ സിറിയൻ പ്രദേശങ്ങളിൽ ഉൾപ്പെടുന്നതാണ് ഗോലാൻ കുന്നുകൾ. അഴിമതി കേസിൽ ജീവപര്യന്തം അനുഭവിക്കുന്ന മുൻ ബ്രസീൽ പ്രസിഡന്റ് ലുല ഡി സിൽവയുടെ ശിക്ഷയിൽ ഇളവ് വരുത്തി ബ്രസീൽ കോടതി. 12 വർഷം എന്നത് 8 വർഷവും 2 മാസവുമാക്കിയാണ് ചുരുക്കിയത്. ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ ഇന്ന് മലേറിയ ദിനം ആചരിക്കുന്നു. മലേറിയ നിവാരണം എന്നിൽ നിന്ന് ആരംഭിക്കുമെന്നതാണ് ഈ വർഷത്തെ സന്ദേശം. 29ാമത് അബുദാബി അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന് തുടക്കമായി. നാഷണൽ എക്സിബിഷൻ സെന്ററിൽ ആരംഭിച്ച പുസ്തകമേളയിൽ 55ഓളം രാജ്യങ്ങളിൽ നിന്നായി 1050 പ്രസാധകരാണ് പങ്കെടുക്കുന്നത്. 5 ലക്ഷത്തോളം പുസ്തകങ്ങൾ മേളയുടെ ഭാഗമായി പ്രദർശിപ്പിക്കുന്നുണ്ട്. 2021 മുതൽ മൂല്യവർദ്ധിത നികുതി ഏർപ്പെടുത്താൻ ഒരുങ്ങി കുവൈറ്റ്. പുകയില ഉൽപ്പന്നങ്ങൾ, സോഫ്റ്റ് ഡ്രിങ്കുകൾ എന്നിവയ്ക്കാകും തുടക്കത്തിൽ നികുതി ഏർപ്പെടുത്തുക. സൗദിയിൽ 5 വർഷം കൊണ്ട് 5.5 ലക്ഷത്തിലേറെ സൗദികൾക്ക് തൊഴിൽ കണ്ടെത്താൻ പദ്ധതി. രാജ്യത്ത് 1 വർഷം കൊണ്ട് സ്വകാര്യ സ്ഥാപനങ്ങളുടെ എണ്ണം വൻതോതിൽ വർദ്ധിച്ചതായി സൗദി തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. സൗദി അറേബ്യയിൽ നടപ്പാക്കിയ മൂല്യവർദ്ധിത നികുതി പുനഃപരിശോധിക്കണമെന്ന് ഷൂറ കൌൺസിൽ ആവശ്യപ്പെട്ടു. സക്കാത്ത് കണക്കാക്കുമ്പോൾ മൂലധനത്തിന് സക്കാത്ത് ഏർപ്പെടുത്തരുതെന്നും ഷൂറ നിർദ്ദേശിച്ചു. പ്രവേശനോത്സവത്തോടെ സൗജന്യ മലയാളം പഠന ക്ലാസിന് അബുദാബി കേരള സോഷ്യൽ സെന്ററിൽ തുടക്കം. മലയാളം മിഷൻ അബുദാബി മേഖലയുടെ കീഴിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വടക്കൻ ഫിലിപ്പീൻസിലുണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ മരണം 16ആയി. 100ഓളം പേർക്ക് പരിക്കേറ്റു. 14 പേരെയാണ് ഭൂകമ്പത്തിൽ കാണാതായത്. രാജ്യത്ത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. മലേറിയയെ ചെറുക്കാൻ ആഫ്രിക്കയിലെ മലാവിയിൽ വാക്സിൻ ഉപയോഗിച്ചു തുടങ്ങി. 30 വർഷത്തെ ശ്രമഫലമായി വികസിപ്പിച്ച വാക്സിനാണ് നൽകി തുടങ്ങിയത്. 2 വയസ്സുവരെയുള്ള കുട്ടികൾക്കാണ് വാക്സിൻ നൽകുക. കുവൈറ്റിൽ 25 വർഷങ്ങൾ പൂർത്തിയാക്കിയ KMRM രജത ജൂബിലി ആഘോഷങ്ങളുടെ മെഗാ കാർണിവൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. ഏപ്രിൽ 26 രാവിലെ 8 മണി മുതൽ 5 വേദികളിലായി പരിപാടി നടക്കും. UAEയിൽ ഏറ്റവും അധികം പേർക്ക് പ്രിയങ്കരമായ കമ്പനി എമിറേറ്റ്സ് എയർലൈൻസ്. യുഗവ് ബ്രാൻഡ് ഇൻഡെക്സ് 2019 പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് രാജ്യത്തെ ഏറ്റവും മികച്ച 10 കമ്പനികളിൽ എമിറേറ്റ്സ് എയർലൈൻസ് ഒന്നാമതെത്തിയത്. മൈക്രോസോഫ്റ്റ് പെയിന്റ് അഥവാ MS പെയിന്റ് വിൻഡോസ് 10 നിന്ന് നീക്കം ചെയ്യില്ല. വാഷിംഗ്ടണിലെ റെഡ്മണ്ട് എന്ന സ്ഥാപനമാണ് ഈ വിവരം പുറത്തുവിട്ടത്. MS പെയിന്റ് സോഫ്റ്റ്വെയർ വിൻഡോസ് 10 OS നിന്ന് ഒഴിവാക്കുകയാണെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു.
IPL-ൽ കിങ്സ് 11 പഞ്ചാബിനെതിരെ റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരുവിന് ജയം. 203 റൺസ് ലക്ഷ്യം പിന്തുടർന്ന പഞ്ചാബിന് 185 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ജയത്തോടെ പ്ലേ ഓഫ് സാധ്യതകൾ സജീവമാക്കിയിരിക്കുകയാണ് ബംഗളൂരു. ഏഷ്യൻ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ PV സിന്ധുവും സൈന നെഹ്വാളും രണ്ടാം റൗണ്ടിൽ കടന്നു. പുരുഷ വിഭാഗത്തിൽ K ശ്രീകാന്ത് പുറത്തായി. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ടോപ്പ് 4 യുദ്ധത്തിൽ വീണ്ടും ആഴ്സണലിന് തിരിച്ചടി. വോൾവ്സിന്റെ മുന്നിലായിരുന്നു ആഴ്സണലിന്റെ പരാജയം. 1-3 ഗോളുകൾക്കായിരുന്നു വോൾവ്സിന്റെ വിജയം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഡെർബിയിൽ യുണൈറ്റഡിനെതിരെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് മാഞ്ചസ്റ്റർ സിറ്റി വിജയിച്ചു. 3 മത്സരങ്ങൾ ശേഷിക്കെ സിറ്റി വിജയിച്ച് ലീഗിൽ ഒന്നാമതെത്തി. ലാലിഗയിൽ വലൻസിയയ്ക്കെതിരെ അത്ലറ്റിക്കോ മാഡ്രിഡിന് ആവേശകരമായ വിജയം. 2-3 ഗോൾ നേടിയാണ് അത്ലറ്റിക്കോ വിജയിച്ചത്. അത്ലറ്റിക്കോ വിജയിച്ചതോടെ ലാലിഗ കിരീടമുറപ്പിക്കാൻ ബാഴ്സലോണ ഇനിയും കാത്തിരിക്കണം. ഇനി ജില്ലാ വാർത്തകൾ. തിരുവനന്തപുരത്ത് വർക്ക്ഷോപ്പിലുണ്ടായ തീപിടുത്തത്തിൽ 25ഓളം ബൈക്കുകൾ കത്തി നശിച്ചു. കാട്ടാക്കടയ്ക്ക് സമീപം നക്രാം ചെറിയിലെ സ്കൂട്ടർ വർക്ക്ഷോപ്പിലാണ് അപകടമുണ്ടായത്. തീപിടുത്തത്തിൽ കട പൂർണ്ണമായി കത്തി. തമ്പാനൂരിലെ സുരേഷ് കല്ലട ട്രാവൽസിന്റെ ബുക്കിംഗ് ഓഫീസ് പൂട്ടാൻ നോട്ടീസ് നൽകി. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നടപടി. സംസ്ഥാനത്തെ ബുക്കിംഗ് ഏജൻസികൾക്ക് മോട്ടോർ വാഹന വകുപ്പിന്റെ നോട്ടീസ്. സംസ്ഥാനത്ത് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ബുക്കിംഗ് ഏജൻസികൾക്കാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നോട്ടീസ്. ഒരാഴ്ചയ്ക്കകം ലൈസൻസ് എടുക്കണമെന്ന് ഗതാഗത കമ്മീഷണർ ഏജൻസികൾക്ക് കർശന നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. കോസ്റ്റ് ഗാർഡിന് വേണ്ടി പുതുതായി നിർമ്മിച്ച C-441 എന്ന നിരീക്ഷണ കപ്പൽ വിഴിഞ്ഞത്ത് കമ്മീഷൻ ചെയ്തു. തീരസംരക്ഷണ സേനയ്ക്ക് രക്ഷാപ്രവർത്തനത്തിനും പട്രോളിംഗിനും കൂടുതൽ ശക്തി പകരാൻ പുതിയ കപ്പലിന് കഴിയും. ആധുനിക വാർത്താവിനിമയ സൗകര്യങ്ങളും യന്ത്രത്തോക്കുകളും കപ്പലിൽ സജീവമാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് CPIM ഒത്തൊരുമയോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തുണ്ടായിരുന്നതായി ഇടതുമുന്നണി സ്ഥാനാർത്ഥി C. ദിവാകരൻ. അതിനാൽ തന്റെ വിജയത്തെക്കുറിച്ച് ഉറച്ച വിശ്വാസമുണ്ടെന്നും ദിവാകരൻ പറഞ്ഞു. യാത്രക്കാരെ ആക്രമിച്ചെന്ന പരാതിയുടെ പശ്ചാത്തലത്തിൽ സുരേഷ് കല്ലട ട്രാൻസ്പോർട്ടിംഗ് കമ്പനിയുടെ ഉടമ സുരേഷ് കല്ലട നേരിട്ട് ഹാജരാകണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവ്. മെയ് 29 കോഴിക്കോട്ട് നടക്കുന്ന സിറ്റിംഗിൽ ഹാജരാകാനാണ് നിർദ്ദേശം. തിരുവനന്തപുരത്ത് ന്യൂനപക്ഷ വോട്ടുകളും തനിക്ക് അനുകൂലമായിട്ടുണ്ടെന്ന് NDA സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ. തെരഞ്ഞെടുപ്പ് ഫലം LDFനും UDFനും ഒരുപോലെ തിരിച്ചടിയാകുമെന്നും കുമ്മനം പറഞ്ഞു. ആറയൂരിലെ പറമ്പിൽ മൃതദേഹം ചാക്കിനുള്ളിൽ കണ്ടെത്തിയ സംഭവത്തിൽ അലത്തറ വിലാകം വീട്ടിൽ വിനായകനെ പാറശാല പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആറയൂർ KV ഭവനിൽ വിനുവിനെയാണ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. എഞ്ചിൻ തകരാറിലായ ബോട്ട് തിരയിൽപ്പെട്ട 6 മത്സ്യബന്ധന തൊഴിലാളികൾക്ക് പരുക്കേറ്റു. നിയന്ത്രണം വിട്ട ബോട്ട് പുലിമുട്ടിലിടിച്ചു കയറിയാണ് അപകടമുണ്ടായത്. 1 കോടിയോളം രൂപയുടെ നഷ്ടമുണ്ടെന്നാണ് കണക്കുകൂട്ടൽ. കടക്കിലിൽ വയോധിക കിണറ്റിൽ വീണ് മരിച്ചു. തുടയന്നൂർ അണപ്പാട്ട് വിളയിൽ പരേതനായ രാഘവ് കുറുപ്പിന്റെ ഭാര്യ ലക്ഷ്മിക്കുട്ടിയമ്മയാണ് മരിച്ചത്. കൊല്ലത്ത് BJP വോട്ടുകൾ UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രനായി മറിച്ചിട്ടുണ്ടെന്ന് LDF സ്ഥാനാർത്ഥി KN ബാലഗോപാൽ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ തനിക്കെതിരെ വ്യക്തിഹത്യ നടന്നതായും ബാലഗോപാൽ ആരോപിച്ചു. BJP വോട്ടുകൾ മറിച്ചുവെന്ന KN ബാലഗോപാലിന്റെ ആരോപണം പരാജയം മുന്നിൽ കണ്ടുള്ള മുൻകൂർ ജാമ്യമെന്ന് UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ. CPIM-ന്റേതുൾപ്പെടെ ഇടതു വോട്ടുകളും തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് NK പ്രേമചന്ദ്രൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് നിന്ന് ബംഗളൂരുവിലേക്ക് പോവുകയായിരുന്ന കല്ലട ബസ് കായംകുളത്ത് AIYF പ്രവർത്തകർ തടഞ്ഞു. ദേശീയപാതയിൽ KSRTC സ്റ്റാൻഡിന് സമീപം ബുക്കിംഗ് ഓഫീസിൽ നിന്ന് യാത്രക്കാരെ കയറ്റുന്ന സമയത്തായിരുന്നു സംഭവം. കായംകുളത്ത് KSRTC ബസ്സിൽ യാത്ര ചെയ്ത യുവതിയുടെ ബാഗിൽ നിന്ന് 15 പവൻ സ്വർണ്ണാഭരണം മോഷണം പോയതായി പരാതി. വേരുവള്ളി ചെങ്കലാത്ത് വീട്ടിൽ അക്ഷരയുടെ ആഭരണങ്ങളാണ് മോഷണം പോയത്. കാലവർഷം എത്തുന്നതിനു മുൻപേ ആലപ്പുഴയിലെ തീരദേശ മേഖലകളായ ആറാട്ടുപുഴ, തൃക്കുന്നപ്പുഴ മേഖലകളിൽ ശക്തമായ കടലേറ്റം. പലയിടങ്ങളിലും തീരദേശ പാതയിൽ വെള്ളം കയറി. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് യുവതിയെ വെട്ടിക്കൊന്ന കേസിലെ പ്രതിയുടെ ജീവപര്യന്തം തടവ് ശിക്ഷ ഹൈക്കോടതി ശരിവച്ചു. കണ്ണൂർ തിരുവങ്ങാട് സ്വദേശി മുഹമ്മദ് അഫ്സലിന്റെ ശിക്ഷയാണ് ബെഞ്ച് ശരിവച്ചത്.
പത്തനംതിട്ടയിലെ ന്യൂനപക്ഷ വോട്ടുകൾ ഒരു പെട്ടിയിൽ മാത്രമായി വീണിട്ടില്ലെന്ന് NDA സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ. മണ്ഡലത്തിലെ ന്യൂനപക്ഷ വോട്ടുകളിൽ ഒരു പങ്ക് തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്നും സുരേന്ദ്രൻ പറഞ്ഞു. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ തിരുവല്ലയിൽ നടത്തിയ പരിശോധനയിൽ 2 വാഹനങ്ങൾ പിടിച്ചെടുത്തു. പരിശോധനയിൽ 4 ട്രാവൽ ഏജൻസികൾക്ക് നോട്ടീസ് നൽകി. ലൈസൻസ് ഇല്ലാതെ ടിക്കറ്റ് നൽകി അന്തർസംസ്ഥാന സർവീസുകൾ നടത്തിയതിനെ തുടർന്നാണ് നടപടി. ഇടുക്കി പാമ്പാടുംപാറയിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കോമ്പക്കൽ സുബ്രഹ്മണി മുരുകേശ്വരി ദമ്പതികളുടെ മകൻ അജിത്താണ് മരിച്ചത്. കോട്ടയം നാഗമ്പടം റെയിൽവേ പഴയ മേൽപ്പാലം പൊളിച്ചു നീക്കുന്നതിനാൽ കായംകുളം കോട്ടയം എറണാകുളം പാതയിൽ 27 ട്രെയിൻ നിയന്ത്രണം. 3 മെമു അടക്കം 12 പാസഞ്ചർ ട്രെയിനുകൾ പൂർണ്ണമായും 4 ട്രെയിനുകൾ ഭാഗികമായും റദ്ദാക്കി. 10 ട്രെയിനുകൾ ആലപ്പുഴ വഴി തിരിച്ചുവിടും. ഏറ്റുമാനൂരിൽ വീട്ടുജോലിക്കാരിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത മറ്റക്കര സ്വദേശി പ്രഭാകരനെ ഹൃദ്രോഗ സാധ്യത കണ്ടെത്തിയതിനെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസമാണ് വിമല ആശുപത്രിക്ക് സമീപത്തുള്ള വീട്ടിൽ കട്ടച്ചിറ കടവിൽ PR രാജന്റെ ഭാര്യ ഉഷാ രാജനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. കൊച്ചിയിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോയ പോലീസ് വാഹനം അപകടത്തിൽപ്പെട്ട ഒരാൾ മരിച്ചു. തൃപ്പൂണിത്തുറ സ്വദേശിയായ പെൺകുട്ടിയെ കാണാതായ സംഭവം അന്വേഷിക്കുന്നതിനായി പോയ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. എറണാകുളം ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ കർത്തവ്യ നിർവഹണത്തിൽ ആത്മാർത്ഥത കാണിച്ചില്ലെന്ന് CPIM ജില്ലാ സെക്രട്ടറി CN മോഹനൻ. കേന്ദ്രത്തിൽ നിന്ന് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് എത്തിയ ഉദ്യോഗസ്ഥർ കാര്യക്ഷമമായി പ്രവർത്തിച്ചില്ലെന്ന് CN മോഹനൻ ആരോപിച്ചു. മലയാറ്റൂർ കുരിശുമുടി തിരുനാളിന് തുടക്കമായി. രാവിലെ പഴയ പള്ളിയിൽ പ്രത്യേക കുർബാന നടന്നു. ഇടപ്പള്ളി സെന്റ് ജോർജ് ഫൊറോന പള്ളിയിൽ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുനാളിന് ഇന്ന് കൊടികയറും. മെയ് 3, 4 തീയതികളിൽ പ്രധാന തിരുനാളും 10, 11 തീയതികളിൽ 8-ാം ഇടവും നടക്കും. യാത്രാവേളകളിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനായി ക്യൂ കോപ്പി ആപ്ലിക്കേഷനുമായി കൊച്ചി സിറ്റി പോലീസ്. യാത്ര ചെയ്യുന്ന വാഹനത്തിന്റെ നമ്പറും ലൊക്കേഷൻ അടക്കമുള്ള വിവരങ്ങളും ആപ്ലിക്കേഷനിൽ രേഖപ്പെടുത്താൻ കഴിയും. തൃശൂർ മുണ്ടൂരിൽ 2 യുവാക്കൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രത്യേക സംഘം അന്വേഷണം തുടങ്ങി. ഗൂണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയാണ് കൊലയ്ക്ക് കാരണമെന്നാണ് സൂചന. ഗുരുവായൂരിൽ തിരക്കിൽപ്പെടാതെ വിവാഹം നടത്താൻ ദേവസ്വം പുതിയ സംവിധാനമൊരുക്കി. കിഴക്കേനടയിലെ 3 കല്യാണ മണ്ഡപങ്ങൾക്ക് ചുറ്റുമായി സ്റ്റീൽ വേലി കെട്ടിത്തിരിച്ചു. പാലക്കാട് ഒറ്റപ്പാലം പഴയ ലക്കിടിയിൽ വാനും സ്കൂട്ടറും കൂട്ടിയിടിച്ച് അച്ഛനും മകനും മരിച്ചു. കോങ്ങാട് തടുക്കശ്ശേരി കോന്തയിൽ ഉണ്ണികൃഷ്ണൻ, മകൻ ശ്രീരാഗ് എന്നിവരാണ് മരിച്ചത്. ബന്ധുവീട്ടിൽ കുളിക്കാനെത്തിയ വിദ്യാർത്ഥി മീങ്കര അണക്കെട്ടിൽ മുങ്ങി മരിച്ചു. മസ്സിനഗുഡി സ്വദേശി സലീമിന്റെ മകൻ ഫൈസലാണ് മരിച്ചത്. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ മാധ്യമങ്ങൾ UDFന്റെ നാവായി തനിക്കെതിരെ നുണപ്രചാരണം നടത്തിയെന്ന് പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥി MP രാജേഷ്. മാധ്യമങ്ങൾ തെറ്റായ ആരോപണങ്ങളിലൂടെ തന്നെ ആക്രമിക്കുകയായിരുന്നുവെന്നും രാജേഷ്. വീട്ടമ്മയെ കൊലപ്പെടുത്തി കവർച്ച നടത്തിയ കേസിലെ പ്രതി കണ്ണത്ത് വീട്ടിൽ രതീഷിന് ഇരട്ട ജീവപര്യന്തം. 2011 കേസിനാസ്പദമായ സംഭവമുണ്ടായത്. മലപ്പുറം കോടൂരിൽ 7-ാം ക്ലാസ് വിദ്യാർത്ഥി പുഴയിൽ മുങ്ങി മരിച്ചു. റെയ്ഹാൻ മുഹമ്മദാണ് കടലുണ്ടിപ്പുഴയിൽ കുളിക്കാൻ ഇറങ്ങവേ മുങ്ങി മരിച്ചത്. പുൽപ്പള്ളിയിൽ അനധികൃതമായി കടത്താൻ ശ്രമിച്ച വാഷ് പിടികൂടി. 180 ലിറ്റർ വാഷുമായാണ് യുവാക്കൾ പിടിയിലായത്. വടകരയിൽ RMP വോട്ടുകൾ തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് LDF സ്ഥാനാർത്ഥി P ജയരാജൻ. പരാജയഭീതിയിലാണ് CPIM കള്ളവോട്ട് ചെയ്തതായി K മുരളീധരൻ ആരോപിക്കുന്നതെന്നും P ജയരാജൻ. കണ്ണൂരിൽ ബസിന്റെ പിറകിൽ ലോറി ഇടിച്ച് 8ഓളം പേർക്ക് പരുക്ക്. കണ്ണൂരിൽ നിന്ന് പള്ളിപ്പറമ്പിലേക്ക് വരികയായിരുന്ന ബസിന്റെ പിറകിലാണ് ലോറി ഇടിച്ചത്. കോഴിക്കോട് വിമാനത്താവളത്തിൽ 7 യാത്രക്കാരിൽ നിന്നായി 63 ലക്ഷം രൂപയുടെ സ്വർണം പിടികൂടി. രൂപമാറ്റം വരുത്തി കടത്താൻ ശ്രമിച്ച സ്വർണമാണ് പിടികൂടിയത്. വേനൽ മഴയിലും ശക്തമായ കാറ്റിലും നീലേശ്വരം നഗരസഭാ പരിധിയിലെ അങ്കക്കളരി, പഴനെല്ലി ഭാഗങ്ങളിൽ വ്യാപക കൃഷിനാശം. തെങ്ങ്, കവുങ്ങ്, നേന്ത്രവാഴ എന്നിവ പൂർണ്ണമായി നശിച്ചു. കാസർഗോഡ് UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി BJP വോട്ട് മറിച്ചെന്ന് LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ. എന്നാൽ ഇതിലൂടെ ഇടതുമുന്നണിയുടെ വിജയം തടയാൻ കഴിയില്ലെന്നും സതീഷ് ചന്ദ്രൻ പറഞ്ഞു. 100 ന്യൂസ് അവസാനിക്കുന്നു. അടുത്ത വാർത്താ ബുള്ളറ്റിനുമായി നിമ്മി എത്തും. നമസ്കാരം.